വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അതേസമയം തന്നെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു സ്കില്ലാണ് ലിസണിങ് എന്ന് പറയുന്ന സ്കില്ല്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്കില്ല് അണ്ടർ റേറ്റഡ് ആയിട്ട് കരുതപ്പെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതൊരു സ്കില്ലാണെന്നുള്ള തിരിച്ചത് തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് അതിലൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ആളുകളെ സംബന്ധിച്ച് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിരിക്കുക, ചെവി കൊടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ നല്ലൊരു ലിസണിങ്ങിൽ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ സംസാരിക്കുന്ന ഒരു വിഷയം മേ ബി ഒരു പക്ഷേ അയാളുടെ പ്രശ്നവും അയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും അയാളുടെ വിഷമങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇയാൾ എന്താണ് പറയുന്നത് എന്നുള്ളതിൽ നിന്ന് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്, മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നല്ല ഒരു ലിസണിങ്ങിൻ്റെ ലക്ഷണം. അതേപോലെ തന്നെ അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻസാണ് അതിൽ വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫീലിങ്സാണ് അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നല്ല ഒരു ലിസണിങ്ങിൽ വരുന്ന കാര്യം. അതായത് മേ ബി ഒരുപക്ഷെ അയാളൊരു ജോയ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലായിരിക്കാം. അതുപോലെ തന്നെ മേ ബി ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂയിസൈഡൽ ഫീലിങ്ങിലൂടെ ആയിരിക്കാം അയാൾ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വ്യക്തിയെ നന്നായിട്ട് ശ്രദ്ധയോടെ ക്ഷമയോടെ വേണ്ട രണ്ട് കാര്യങ്ങളാണ്, പേഷ്യൻസ് അതുപോലെ അറ്റൻഷൻ. വളരെ ക്ഷമയോടെ വളരെ ശ്രദ്ധയോടെ അയാളെ കേൾക്കാനും മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യാനും അതേപോലെ അതിലുള്ള ഇമോഷൻസും ഫീലിങ്സും എല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ട് ആളുകൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ സ്കില്ലില്ല എങ്കിൽ, ഒരു ലിസണിങ്ങിൻ്റെ സ്കില്ലില്ല എങ്കിൽ, നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നമ്മൾ ക്യാമറ നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയാണ്, ഫിലിമിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു ക്യാമറയിൽ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യുന്നതും ഇന്നത്തെ കാലത്ത് ഹൈ റെസൊല്യൂഷൻ HD ക്യാമറാസിൽ ക്യാപ്ചർ ചെയ്യുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ വളരെ വ്യത്യാസമാണ്. അതേപോലെ തന്നെയാണ് ലിസണിങ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അതോടുകൂടി തന്നെ ഇതിന് ആവശ്യമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ സ്കില്ല് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുമ്പോഴും നമുക്ക് ആ ഒരു സ്കില്ലില്ലെങ്കിൽ അവരെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല, നന്നായിട്ടത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ഇടപെടാനും സാധിക്കില്ല. പലപ്പോഴും പല ആളുകളും ഇത്തരത്തിൽ കാര്യം മനസ്സിലാവാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാതെ സാധിക്കാതെ വരുമ്പോൾ ആരെയാണോ അവർ കേൾക്കുന്നത് അവരെ തന്നെ ഒരുപക്ഷെ ജഡ്ജ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ മുതിരുന്നത് വളരെ പരിതാപകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും ഈ ഒരു ലിസണിങ് സ്കില്ലിൻ്റെ അഭാവം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതും ഇന്ന് സൊസൈറ്റിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അവിടെയൊക്കെ ഒരു നല്ല ഇൻ്റർവെൻഷൻ നടക്കണമെങ്കിൽ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടും ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ വളരെ കൂടുതലാണ്. താങ്ക് യു.